Hello friends, welcome back to Anu's Kitchen World. ഈ കർക്കിടക മാസത്തിൽ വളരെ ഗുണപ്രദമായ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വാഴപ്പിണ്ടി കൊണ്ടുള്ള ഒരു ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വിഭവമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്നത് മുതൽ കിഡ്നി സ്റ്റോൺ മൂത്രത്തിക്കല്ല് മാറുന്നതിന് വരെ നമ്മൾ ഇത് കഴിക്കാറുണ്ട്. അതോടൊപ്പം കൊളസ്ട്രോളും ബ്ലഡ് പ്രഷറും കുറയ്ക്കും. എന്തിനേറെ പറയുന്ന അസിഡിറ്റിക്കും വണ്ണം കുറക്കാൻ വരെ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യ വിഭവമാണ് വാഴപ്പിണ്ടി. ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ ഗുണകരമായ ഒന്നാണ് ഇത്. നമുക്ക് സിമ്പിൾ വാഴപ്പിണ്ടി റെസിപ്പി കാണാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം വാഴപ്പിണ്ടിയാണ്. അത് അതിൻ്റെ സൈഡിൽ കാണുന്ന ആ സ്പോഞ്ച് പോലുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നടുക്കുള്ള കനമുള്ള ഭാഗം മാത്രമാണ് നമുക്ക് വേണ്ടത്. അത് ആദ്യം തന്നെ നമ്മൾക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്യാം. റൗണ്ടായിട്ട് നൈസായിട്ട് തന്നെ കട്ട് ചെയ്യണം. ഭയങ്കര കനത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ വല്ലാണ്ട് നമുക്കത് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നൈസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൽ കിട്ടുന്ന കുറച്ച് നാരുകൾ ഉണ്ടാകുമ്പോൾ അത് നമ്മളുടെ കൈവിരലിൽ ചുറ്റി മാറ്റുക. അത് നമ്മൾക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് കൈവിരലിൽ ചുറ്റിയത് നമ്മൾക്ക് മാറ്റാം. അതിനുശേഷം ഇത് നീളത്തിൽ അരിഞ്ഞിട്ട് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് കുറച്ച് വെള്ളത്തിൽ നമ്മൾക്ക് ഇട്ട് വെക്കാം. വാഴപ്പിണ്ടി വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. അതിന് മുന്നേ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചിയും 2 ടീസ്പൂൺ വീതം ഞാനിവിടെ ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഞാനിവിടെ ചേർക്കുന്നത് 3 ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിൽ നമ്മൾ എരിവിനായിട്ട് യൂസ് ചെയ്യുന്നത് പച്ചമുളക് മാത്രമാണ്. നമ്മൾ മുളക് പൊടിയൊന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. പിന്നെ വേണ്ടത് കറിവേപ്പില. അതിനുശേഷം മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾക്ക് സ്റ്റൗ വെച്ചതിന് ശേഷം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വാഴപ്പിണ്ടി വേവിക്കാൻ വെച്ച സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങയാണ്. തേങ്ങ 1/2 മുറി തേങ്ങയിൽ നിന്ന് ഞാൻ 1 ടേബിൾ സ്പൂൺ തേങ്ങ മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള തേങ്ങാപ്പീരയാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 1 പച്ചമുളകും 1 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ വാഴപ്പിണ്ടി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. അതിനുശേഷം നമ്മളുടെ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടെ അരപ്പുണ്ട്. അപ്പം ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1-1.5 മിനിറ്റ് നമ്മൾക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതപ്പോൾ നമ്മളുടെ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം നമ്മളുടെ വാഴപ്പിണ്ടിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ സമയത്ത് ഉപ്പിൻ്റെ കുറവ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. വാഴപ്പിണ്ടി കറിയിൽ ചേർക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പരിപ്പ്, ചെറുപയർ അല്ലെങ്കിൽ കപ്പ. ഞാനിവിടെ ചേർക്കുന്നത് കപ്പയാണ്. നിങ്ങളിപ്പോൾ ചെറുപയർ എടുക്കുന്നതെങ്കിൽ കുറച്ചൊന്ന് മുളപ്പിച്ചിട്ട് ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പരിപ്പും ചെറുപയറും നമ്മൾ സാധാരണ എടുത്ത് വേവിക്കുകയാണെങ്കിൽ വാഴപ്പിണ്ടി വേവിക്കുന്ന കൂട്ടത്തിലിടാം. അതല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വേവിച്ചിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കപ്പ സെപ്പറേറ്റ് വേവിച്ചിട്ടാണ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കറി തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഇതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ ഞാൻ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം കളഞ്ഞു. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ചെയ്തത്. അപ്പോൾ ഈ കപ്പ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ കറിയിലേക്ക് താളിച്ചിടുന്നതിനായിട്ട് നമ്മൾക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിക്കാം. ഇതുവരെ നമ്മൾ വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 5-6 ഉള്ളി, ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ഉള്ളി ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾക്ക് സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. നമ്മൾക്ക് ഈ കടുക് താളിച്ചത് നമ്മളുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾക്ക് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റിയും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ തുരത്താനുള്ള കഴിവ് വരെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.